ദേവസ്വം ബോർഡിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് CPIM ഏരിയ കമ്മിറ്റി അംഗം 1,30,000 രൂപ കൈപ്പറ്റിയെന്ന് പരാതി. തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗം പ്രകാശ് ബാബുവാണ് മകന് ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് പണം കൈപ്പറ്റിയതെന്ന് പാർട്ടി പ്രവർത്തകൻ ആരോപണം ഉന്നയിക്കുന്നത്. വിവാദമായതോടെ പണം തിരികെ നൽകിയെങ്കിലും കബളിപ്പിച്ചുവെന്ന് കാട്ടി തിരുവല്ല കാവുംഭാഗം സ്വദേശി ഷാജി സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകി. പരാതിയുടെ പകർപ്പ് 24 ലഭിച്ചു. എൻ്റെ മോന് ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് ജോലി എന്നും പറഞ്ഞ് ഒരു പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം കൊച്ചു പ്രകാശ് ബാബു എന്ന് പറഞ്ഞ ആൾ എൻ്റെ നിന്ന് 2.5 ലക്ഷം രൂപ പറഞ്ഞിട്ട് 1,20,000 രൂപ ജോലിക്ക് മുമ്പ് കൊടുക്കണം, ജോലി കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി കൊടുത്താൽ മതി എന്നും പറഞ്ഞ് അങ്ങനെ ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് ജോലി നൽകാമെന്ന് പറഞ്ഞതിൻ്റെ നിന്ന് 1,20,000 രൂപ മേടിച്ചിട്ട് ഗുരുവായൂർ ദേവസ്വം കഴിഞ്ഞ് നമ്മുടെ അന്തോൺ സാറ് പ്രസിഡൻ്റായിട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജോലി തരാമെന്ന് പറയുന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ പല പ്രാവശ്യം പുള്ളിയെ കാണാനായിട്ട് ഞാൻ അന്തോൺ സാറിൻ്റെ ഓഫീസിൽ ചെല്ലുകയും ഓഫീസിൻ്റെ വാതിൽക്കൽ ചെല്ലുകയും പുള്ളി അപ്പോൾ ഇന്ന് നാളെയാണ് അടുത്ത ദിവസം ഡേറ്റ്, ഓരോ ഡേറ്റ് പറഞ്ഞ് മാറ്റി ഇപ്പം 1 വർഷം കഴിഞ്ഞപ്പോൾ ആ പൈസ തിരിച്ചു തന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, എന്താണ് സംഭവിച്ചത്? ഇതിൽ പാർട്ടി സെക്രട്ടറിക്ക് ലഭിച്ച പരാതിയിൽ എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ? പോലീസിനെ സമീപിക്കാൻ സാധ്യതയുണ്ടോ പരാതിക്കാരൻ? അതായത് പാർട്ടി സെക്രട്ടറിക്ക് പരാതി നൽകുന്നത് 2022-ലാണ്. 2021-2022 കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ CPM-ന്റെ തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗവും DYFIയുടെ അവിടുത്തെ നേതാവും ഒക്കെ ആയിരുന്ന പ്രകാശ് ബാബു ഇത്തരത്തിൽ പണം കൈപ്പറ്റുന്നത്. 1,30,000 രൂപ ഇത്തരത്തിൽ ഒരു രതീഷ് എന്ന DYFI നേതാവിനെ മധ്യസ്ഥ നിർത്തി കൈപ്പറ്റിയെന്നാണ് പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഈ ഷാജിയുടെ മകന് ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ക്ലറിക്കൽ പോസ്റ്റിൽ നിയമനം നൽകാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതിനുശേഷം പിന്നീട് അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നൽകാമെന്ന് പറഞ്ഞു. പക്ഷേ 1 വർഷം കഴിഞ്ഞിട്ട് ഈ ജോലി ലഭിക്കാത്തതിനെ തുടർന്ന് ഷാജി പണം തിരികെ ആവശ്യപ്പെടുകയായിരുന്നു. വിവിധ ഘട്ടങ്ങളിലേക്ക് പരാതി പോകുന്നു. അതായത് പാർട്ടി ജില്ലാ നേതൃത്വത്തിലേക്കും ഏരിയ നേതൃത്വത്തിലേക്കും ഒക്കെ പരാതി വാക്കാലും അതുപോലെ തന്നെ രേഖാമൂലവും ഒക്കെ പോകുന്നൊരു സാഹചര്യം ഉണ്ടായതോടുകൂടി ഈ പണം തിരികെ നൽകാൻ ഇവർ നിർബന്ധിതരാകുകയായിരുന്നു. ഈ പ്രകാശ് ബാബുവും രതീഷും ഈ പണം തിരികെ നൽകി എന്നാണ് പറയുന്നത്, 1,30,000 രൂപ. പക്ഷേ കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലായതോടുകൂടി പാർട്ടി അനുഭാവി കൂടിയായ മുൻ പാർട്ടി അംഗമാണ്, ഇപ്പോഴും അവിടുത്തെ തിരുവല്ല കാവുംഭാഗത്തെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ പ്രവർത്തകൻ തന്നെയാണ് ഈ ഷാജി പരാതിയുമായി സംസ്ഥാന നേതൃത്വത്തിന് മുൻപിലെത്തുകയായിരുന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് 2 തവണയാണ് ഇത്തരത്തിൽ പരാതി അയച്ചിരിക്കുന്നത്. MV ഗോവിന്ദനെ നേരിട്ട് കണ്ടും പരാതി കൈമാറിയിട്ടുണ്ട്. ഈ പരാതി ഇപ്പോൾ പാർട്ടി നേതൃത്വം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ടയിലേക്ക് അന്വേഷണത്തിനായി നൽകിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ഷാജിയുടെ പരാതി ഗൗരവമുള്ളതാണ്. CPM-ന്റെ നേതൃത്വം എന്തായാലും ഈ പരാതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അവരുടെ ഒരു ഔദ്യോഗിക പ്രതികരണം കൂടി തേടേണ്ടതുണ്ട്. എന്തായാലും സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ദേവസ്വം ബോർഡിന് ഉപയോഗിച്ച് ജോലി നൽകാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ചുവെന്നാണ് CPM ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരായ ഗുരുതരമായ പരാതി ഉയർന്നിരിക്കുന്നത്. CPM ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ നൽകിയ പരാതിയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇതുവരെ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. ആ പരാതിയുടെ അവസ്ഥ എന്താണ് എന്നും പാർട്ടി വിശദീകരിക്കുന്നില്ല. പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് പരാതി നൽകിയ പാർട്ടി അനുഭാവി ഇപ്പോൾ 24നോട് പ്രതികരിക്കുകയും ചെയ്തു. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്.